കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റായ ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന യൂണിറ്റാണ്. ഓക്കെ, നമുക്ക് ഇതിൽ നല്ല ഭംഗിയുള്ളൊരു പിക്ചറോട് കൂടിയാണ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല പ്രകൃതി ഭംഗി കാണിക്കുന്ന നല്ലൊരു പിക്ചറാണ് അല്ലേ. ഇവിടെ ബേർഡ്സ് ഉണ്ട്, ഒരു ബേർഡുണ്ട്, സ്ക്വിറലുണ്ട്, റെയിൻബോ ഉണ്ട്, അതുപോലെ എന്തൊക്കെയുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു ബേർഡ് പൂവിൽ നിന്നും തേൻ കുടിക്കുന്നുണ്ട് അല്ലേ. എ ബേർഡ് ഈസ് സക്കിംഗ് നെക്റ്റാർ ഫ്രം ദി ഫ്ലവർ. നെക്റ്റാർ എന്ന് പറഞ്ഞാൽ പൂന്തേൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോയുടെ താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആരെഴുതിയതാണ്, ആരുടെ കോട്ടാണ്? വില്യം വേർഡ്സ്വർത്ത് എന്ന ഒരു ബ്രിട്ടീഷ് പോയറ്റ്, ഇംഗ്ലീഷുകാരനായ ഒരു പോയറ്റിൻ്റെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. എന്താണ് പറയുന്നത്? ലെറ്റ് നേച്ചർ, പ്രകൃതിയെ അനുവദിക്കുക. എന്തിന്? ബി യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ ആവാൻ. അപ്പോൾ നിങ്ങൾ ആരെ ടീച്ചറാക്കണം? പ്രകൃതിയെ. പ്രകൃതിയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. പക്ഷികൾ കൂടുണ്ടാക്കുന്നത് പഠിക്കാം. പലതരം പക്ഷികളുണ്ട് നമുക്ക് ചുറ്റും അല്ലേ. ലോട്ട്സ് ഓഫ് ബേർഡ്സ്. എല്ലാ ബേർഡ്സും ഒരുപോലെയാണോ കൂടുണ്ടാക്കുന്നത്? അല്ല, ഓരോരുത്തരും പല പല രീതികളിലാണ് കൂടുണ്ടാക്കുന്നത്. ചിലർ മരത്തിൽ പൊത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കും. ചിലർ ചില്ലയിൽ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കും. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരം കൂടുകൾ ഉണ്ടാക്കുന്ന പക്ഷികളുണ്ട്. അതുപോലെ ഒഴുകുന്ന പുഴ, ഇവിടെ നമുക്ക് ഒഴുകുന്ന പുഴ ഉണ്ടല്ലേ. ഒഴുകുന്ന പുഴയിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണാം. ഒരുപാട് ജീവികളുണ്ട്, മീനുകളുണ്ട്, അങ്ങനെ പലതും നമുക്ക് പ്രകൃതിയിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് എന്താണ് പറയുന്നത്? ലെറ്റ് നേച്ചർ ബി യുവർ ടീച്ചർ. പ്രകൃതിയെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരാക്കുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ കഥയുടെ ആദ്യ ഭാഗം നോക്കാം. ഓക്കെ, ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗം നോക്കൂ, എല്ലാവരും നോക്കൂ. ഇതിൽ 2 പിക്ചേഴ്സ് കാണുന്നുണ്ട്. 2 പിക്ചേഴ്സിലും 2 വ്യത്യസ്ത തരം വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീട് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതാണ്. ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ LKG പഠിക്കുന്നത് മുതലേ ഈ വീട് നമുക്കറിയാം അല്ലേ. ഐഫോ ഇഗ്ലൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇഗ്ലൂ ആണ്. ഇനി താഴെ തൂണിൽ ഉയർത്തിയിട്ടുള്ള വീടാണ്. ഉണ്ടാവും 4 കാലിൽ ഉയർത്തി കെട്ടിയ വീടാണ് കാണുന്നത്. ഇതിന് പറയുന്നത് സ്റ്റിൽറ്റ് ഹൗസ് എന്നാണ്. സ്റ്റിൽറ്റ് ഹൗസ് അല്ലേ. അപ്പോൾ ഇത് ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അവിടെ വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. ഈ ചിത്രം നമുക്ക് ആദ്യത്തെ ചിത്രം കണ്ടാലേ അറിയാം, അത് നല്ല മഞ്ഞുള്ള പ്രദേശത്ത്, അതായത് നല്ല തണുപ്പുള്ള പ്രദേശത്ത് നിർമ്മിക്കുന്ന സ്നോ ബ്ലോക്സ് കൊണ്ട് നിർമ്മിക്കുന്ന വീടാണ്. ഇനി ഇതിൻ്റെ താഴെയുള്ളത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള, വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത്. കാലിൽ ഉയർത്തി കെട്ടിയിട്ട്, പില്ലാസിൽ ഉയർത്തി കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന വീടാണിത് അല്ലേ. ഇത് മരം കൊണ്ട് നിർമ്മിച്ച വീടാണ് ഇവിടെ ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദീസ് ഹൗസസ് സിമിലർ? ഹൗ? ഈ 2 ഹൗസുകളും സിമിലർ ആണോ, ഒരുപോലെയാണോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഒരുപോലെയാണോ? അല്ല അല്ലേ. ഈ 2 ഹൗസുകളും ഒരുപോലെ അല്ല. എന്താണ് കാരണം? ആദ്യത്തെ ഹൗസ് സ്നോ ബ്ലോക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൗസാണ്. രണ്ടാമത്തെ ഹൗസ് എന്താണ്? വുഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹൗസാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡു യു ഫൈൻഡ് സച്ച് ഹൗസസ്? ഈ വീടുകൾ എവിടെയാണ് കാണുന്നത്? ആദ്യത്തെ ഹൗസ് സ്നോയി ഏരിയയിലാണ്, മഞ്ഞുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക. രണ്ടാമത്തെ ഹൗസ് കോസ്റ്റൽ ഏരിയാസിലാണ് കാണുന്നത്. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് രണ്ടാമത്തെ ഹൗസ് കാണുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡു പീപ്പിൾ മേക്ക് സച്ച് ഹൗസസ്? എന്തിനാണ് ഇത്തരം വീടുകൾ ആളുകൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അവരുടെ ഭാഗത്തുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദീസ് ഹൗസസ് കോൾഡ്? ഈ ഹൗസസിന് എന്തൊക്കെ പേരുകളാണ് പറയുന്നത്? എന്താണ് പറയുക? ദ ഫസ്റ്റ് ഹൗസ് ഈസ് ഇഗ്ലൂ. ഇതെന്താണ്? ഇഗ്ലൂ ആണ്.
പിന്നെയോ രണ്ടാമത്തെ ഹൗസ് സ്റ്റിൽറ്റ് ഹൗസ് അല്ലേ, സ്റ്റിൽറ്റ് ഹൗസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഞാൻ നെക്സ്റ്റ് പേജിൽ അടുത്ത പേജിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം. ദ ലാൻഡ് ഓഫ് ദ വിൻഡ്സ്. എന്താ വിൻഡ് എന്ന് പറഞ്ഞാൽ? കാറ്റ് അല്ലേ, കാറ്റിനാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. ദ ലാൻഡ് ഓഫ് ദി വിൻഡ്സ്, കാറ്റിൻ്റെ നാടാണ്. നല്ലോണം കാറ്റ് നന്നായിട്ട് കാറ്റ് വീശുന്ന നാട്, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് സ്റ്റോറി ഒന്ന് മെല്ലെ വായിച്ചു നോക്കാം. ഡൊറോത്തി, എ ലിറ്റിൽ ഗേൾ, lived in a small wooden house with her uncle and aunt. ഡൊറോത്തി, ഇതാണ് ഡൊറോത്തി. ഡൊറോത്തി എ ലിറ്റിൽ ഗേൾ, ചെറിയ ഒരു പെൺകുട്ടിയാണ്. lived in a small wooden house. നമുക്ക് ഡൊറോത്തിയുടെ സ്മാൾ വുഡൻ ഹൗസ് ഇവിടെ കാണാം. ഡൊറോത്തി ഒരു ചെറിയ വുഡൻ ഹൗസിൽ താമസിക്കുന്ന ആളാണ്. ആരുടെ കൂടെ? വിത്ത് ഹെർ അങ്കിൾ ആൻഡ് ഓണ്ട്, അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെ. അവൾ ചെറിയൊരു വുഡൻ ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരെയും നമുക്കിവിടെ കാണാം. ഹെർ ഹൗസ് വാസ് ഇൻ ദ മിഡിൽ ഓഫ് എ മെഡോ. ഒരു പുൽത്തകിടി, പുൽപ്രദേശത്തിൻ്റെ നടുവിലാണ് അവളുടെ വീട്. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് ദെയർ. എന്താണ്? അവിടെ എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. ദ വിൻഡ് നെവർ സ്റ്റോപ്ഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ വിൻഡ് ഒരിക്കലും അവിടെ വീശുന്നത് നിർത്തിയിട്ടേയില്ലായിരുന്നു. വെൻ ദ വിൻഡ് ബ്ലൂ ഹാർഡ്, കാറ്റ് നല്ല ഹാർഡായിട്ട് ശക്തിയായിട്ട് വീശുമ്പോൾ ഡൊറോത്തീസ് ഫാമിലി വുഡ് ടേക്ക് ഷെൽട്ടർ ഇൻ ദ സെല്ലാർ ഓഫ് ദെയർ ഹൗസ്. അപ്പോൾ അവിടെ എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നല്ല ഹാർഡായിട്ട് ശക്തിയായിട്ട് കാറ്റ് വീശുമ്പോൾ ഡൊറോത്തിയുടെ ഫാമിലി, ഡൊറോത്തിയും ഡൊറോത്തിയുടെ ഫാമിലിയും എന്ത് ചെയ്യും? വുഡ് ടേക്ക് ഷെൽട്ടർ, അഭയം തേടും. ഒരു കാറ്റിൽ നിന്നും രക്ഷ നേടാൻ അവരൊരു സ്ഥലത്ത് അഭയം പ്രാപിക്കും. ഏതാണ് ആ സ്ഥലം? ഇൻ ദ സെല്ലാർ ഓഫ് ദ ഹൗസ്. അവരുടെ വീടിനൊരു സെല്ലാറുണ്ട്. എന്താ സെല്ലാർ? ഇതാണ് സെല്ലാർ. അണ്ടർഗ്രൗണ്ടിലുള്ള സ്പേസിനാണ്, അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്തിനാണ് സെല്ലാർ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുറച്ച് ഭൂമിയുടെ അടിയിലായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥലം, അതിനെയാണ് സെല്ലാർ എന്ന് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു സെല്ലാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് കാറ്റ് വീശുന്ന സമയം ആ സെല്ലാറിൻ്റെ അകത്താണ് ഷെൽട്ടർ തേടുന്നത്. ഓൺ എ ക്ലൗഡി ഡേ, നല്ല പോലെ മേഘമുള്ള ഒരു ദിവസം, ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. അപ്പോൾ ഡൊറോത്തി നല്ല ക്ലൗഡി ആയിട്ടുള്ള ഒരു ദിവസം അവളുടെ പെറ്റ് ഡോഗായ ടോട്ടോ, ഇതാണ് ടോട്ടോ, ടോട്ടോയുടെ കൂടെ കളിക്കുകയായിരുന്നു. എ സ്റ്റോം ഈസ് ഓൺ ഇറ്റ്സ് വേ. ആ സമയം എന്തു വന്നു? നല്ലൊരു കൊടുങ്കാറ്റ് വന്നു. സ്റ്റോം. ഡൊറോത്തി റൺ ടു ദി സെല്ലാർ. ഡൊറോത്തി എങ്ങോട്ട് ഓടി? കാറ്റ് വരുമ്പോൾ എങ്ങോട്ട് ഓടണം? സെല്ലാറിലോട്ട് ഓടണം അല്ലേ? ഡൊറോത്തി റാൻ ടു ദി സെല്ലാർ. റൺ ടു ദി സെല്ലാർ. ഡൊറോത്തി സെല്ലാറിലേക്ക് ഓടിപ്പോയി. ബി ക്വിക്ക്, പെട്ടെന്ന്, വേഗം. ബി ക്വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്, പെട്ടെന്ന്. ഹർ അങ്കിൾ ക്രൈഡ് ഔട്ട്. അവിടെ നിന്ന് അവളുടെ അങ്കിള് വിളിച്ചു പറയാണ്, പെട്ടെന്ന് വേഗം വരൂ സെല്ലാറിലേക്ക്. ഹി റാൻ ടുവേർഡ്സ് ദി സെല്ലാർ. അങ്കിള് സെല്ലാറിന് നേരെ ഓടി. ഓൺ ഫോളോഡ് ഹിം. അങ്കിള് മാത്രമല്ല, അങ്കിളിൻ്റെ പിന്നാലെ ഓണ്ടും ഓടുന്നുണ്ട്. ഡൊറോത്തി സ്റ്റോപ്ഡ് പ്ലേയിങ്. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ഡൊറോത്തി എന്ത് ചെയ്തു? കളിയൊക്കെ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. കം വിത്ത് മീ ടോട്ടോ, ഷീ കോൾഡ് ഔട്ട്. എന്നിട്ട് എന്താണ് ഡൊറോത്തി പറയാണ്? കം വിത്ത് മീ, എൻ്റെ കൂടെ വാ ടോട്ടോ. ഷീ കോൾഡ് ഔട്ട്. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നല്ല കാറ്റുള്ള സമയം അവർ രക്ഷപ്പെടാൻ വേണ്ടി സെല്ലാറിലേക്ക് ഓടുകയാണ്. ഇനി ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? വൈ ഡു പീപ്പിൾ മേക്ക് സെല്ലാസ്? എന്തിനാണ് ആളുകൾ സെല്ലാസ് ഉണ്ടാക്കുന്നത്? സെല്ലാസ് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. സ്റ്റോറേജ്, ഷെൽട്ടർ, സേഫ്റ്റി, ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ സെല്ലാസ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? പീപ്പിൾ മേക്ക് സെല്ലാസ് ഫോർ സ്റ്റോറേജ്, ഷെൽട്ടർ, സേഫ്റ്റി, എക്സെട്ര. എന്താണ് കൊടുങ്കാറ്റ്? സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണല്ലേ. ഡൊറോത്തി റാൻ ടുവേർഡ്സ് ദി സെല്ലാർ. ഡൊറോത്തി സെല്ലാറിൻ്റെ നേരെ ഓടി. ബട്ട് ടോട്ടോ റാൻ ടു ദി ഹൗസ് ആൻഡ്
ഹിഡ് അണ്ടർ എ കോട്ട്. പക്ഷേ ടോട്ടോ എങ്ങോട്ടാണ് ഓടിയത്? ടു ദി ഹൗസ്, വീടിനകത്തേക്കാണ് ഓടിയത്. കാറ്റുണ്ടാവുന്ന സമയത്ത് സെല്ലാറിലാണ് ഒളിക്കേണ്ടത്, വീടിനുള്ളിലല്ല അല്ലേ? വീടിൻ്റെ ഉള്ളിൽ സേഫ് അല്ല. ബട്ട് ടോട്ടോ റാൻ ടു ദി ഹൗസ്. ടോട്ടോ എങ്ങോട്ട് ഓടി? വീടിനുള്ളിലേക്ക് ഓടി. ആൻഡ് ഹിഡ് അണ്ടർ എ കോട്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ. കട്ടിലിൻ്റെ അടിയിലാണ് ടോട്ടോ ഒളിച്ചത്. ടോട്ടോ ടോട്ടോ ഷീ സെർച്ച്ഡ് ഫോർ ഹിം ഇൻ ദി ഹൗസ്. ഡൊറോത്തി ടോട്ടോ ടോട്ടോ എന്ന് വിളിച്ചുകൊണ്ട് വീടിനകത്ത് അവനെ തെരഞ്ഞു നടന്നു. ടോട്ടോ കം ഔട്ട്. ടോട്ടോ പുറത്തു വരൂ എന്ന് വിളിച്ചു പറയാണ് ഡൊറോത്തി. ഡൊറോത്തി യെൽഡ് ഔട്ട്. ഡൊറോത്തി ഉറക്കെ വിളിച്ചു പറയുകയാണ്. എൽഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിക്കുന്നതിനാണ് എൽഡ്. ദ ഹൗളിംഗ് വിൻഡ് സ്വെഫ്റ്റ് ഹെർ വോയിസ് എവേ. അങ്ങനെ എന്താ ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ മുരളുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ശക്തിയായ കാറ്റ് വീശുമ്പോഴുള്ള ആ ഒരു സൗണ്ടിനെയാണ് ഹൗളിംഗ് എന്ന് പറയുന്നത്. ദ ഹൗളിംഗ് വിൻഡ് സ്വെഫ്റ്റ് ഹെർ വോയിസ് എവേ. അവളുടെ വോയിസിനെയൊക്കെ തുടച്ച് നീക്കിക്കൊണ്ടാണ്, അതായത് അവളുടെ വോയിസ് ഒന്നും പുറത്ത് കേൾക്കുന്നില്ല, അത്രയും ശക്തിയായ ശബ്ദത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. വൂ വൂ വൂ. ദ വിൻഡ് വാസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. എന്താണ്? വളരെ ശക്തിയായി കാറ്റ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ കാറ്റ് വീശുന്നു. ദ ട്രീസ് ടോപ്പിൾഡ് ഓവർ. ട്രീസ്, മരങ്ങളൊക്കെ നിലം പതിക്കാൻ തുടങ്ങി. ദ ഹൗസ് ബിഗാൻ ടു ഷേക്ക്. മരങ്ങൾ മാത്രമല്ല, വീടും ഇളകാൻ തുടങ്ങി, ഷേക്ക് ചെയ്യാൻ തുടങ്ങി. ദ കപ്സ് ആൻഡ് പ്ലേറ്റ്സ് ഇൻ ദി കബോർഡ് സ്ലിപ്പ് ഡൗൺ. കബോർഡിലുള്ള കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ താഴെ വീണു. ആ ചിത്രം നമുക്കിവിടെ കാണാം അല്ലേ? കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ താഴെ വീഴുന്നത് നമുക്ക് കാണാം. ദ മിറർ ഓൺ ദി വാൾ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്. ദാ ഇവിടെ മിറർ ഓൺ ദി വാൾ, വാളിൽ ചുമരിൽ തൂക്കിയിട്ടുള്ള മിറർ ഫെൽ ഡൗൺ, താഴെ വീണു. ആൻഡ് ബ്രോക്ക് ഇൻ ടു പീസസ്, കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. ഡൊറോത്തി പറയാണ്, വാട്ട്സ് ഹാപ്പനിങ് ടു അവർ ഹൗസ്? നമ്മുടെ വീടിന് എന്താണ് സംഭവിക്കുന്നത്? ഡൊറോത്തി വാസ് ഫ്രൈറ്റൻഡ്. ഡൊറോത്തിക്ക് പേടിയാവാൻ തുടങ്ങി. അപ്പോൾ ഇതിലും നമുക്ക് കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ വിൻഡ് ബ്ലൂ? കാറ്റടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താ സംഭവിച്ചത് എന്നല്ലേ. When the wind blew, the trees toppled over. The house began to shake. The cups and plates in the cupboard slipped down, and the mirror on the wall fell down and broke into pieces. ഓക്കെ, അപ്പോൾ അതാണ് കാറ്റ് വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മക്കളും വായിച്ച് മനസ്സിലാക്കിയ ശേഷം എഴുതുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദി ഹൗസ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത പാസേജ് വായിക്കുമ്പോൾ ഫ്ലൈയിങ് ഹൗസ്, പറക്കുന്ന വീട് അല്ലേ? ഡൊറോത്തിയുടെ വീട് ഇതാ പറക്കുന്നു. ദ സ്റ്റോം റോഡ്. സ്റ്റോം എന്ത് ചെയ്തു? അലറുകയാണ്. നമ്മുടെ സിംഹത്തിൻ്റെയൊക്കെ ഗർജനത്തിനാണ് റോർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ശബ്ദത്തിൽ സ്റ്റോം റോർ ചെയ്യാണ്. ക്രീക്ക് ഇറ്റ് ലിഫ്റ്റഡ് ദ ഹൗസ് ഓഫ് ദി ഗ്രൗണ്ട്. കാറ്റ്, ശക്തിയായ കാറ്റ്, ഇതാ കണ്ടില്ലേ? ശക്തിയായ കാറ്റ് വീടിനെ ഗ്രൗണ്ടിൽ നിന്നും ഉയർത്തി. ലിഫ്റ്റഡ്, ഉയർത്തി. ഡൊറോത്തി ആൻഡ് ടോട്ടോ കുഡ് നോട്ട് റൺ ഔട്ട് ഓഫ് ദി ഹൗസ്. ഡൊറോത്തിക്കും ടോട്ടോയ്ക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഓ മൈ ഗോഡ്, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. അങ്ങനെ ഡൊറോത്തി പറയാണ്, ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, അവർ ഹൗസ് ഇസ് ഫ്ലൈയിങ്, നമ്മുടെ വീട് എന്ത് ചെയ്യാണ്? പറക്കുകയാണ്. ഡൊറോത്തി ലുക്ക്ഡ് ഔട്ട്. ഡൊറോത്തി പുറത്തേക്ക് നോക്കി. ഷീ സോ ഫോളൻ ട്രീസ് ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. അപ്പോൾ താഴെ നോക്കുമ്പോൾ ഡൊറോത്തിക്ക് എന്താണ് കാണുന്നത്? ഫോളൻ ട്രീസ്, വീണ് കിടക്കുന്ന മരങ്ങളും, ആൻഡ് ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ, പൊട്ടിയിട്ടുള്ള പാലങ്ങളുമാണ് താഴെ ഡൊറോത്തിക്ക് കാണാൻ കഴിയുന്നത്. ടോട്ടോ ബിക്കെയിം അഫ്രൈഡ്. ടോട്ടോയും ആകെ പേടിച്ചിട്ടുണ്ട്. ഹി സ്റ്റാർട്ടഡ് റണ്ണിങ് ഹിയർ ആൻഡ് ദെയർ. ടോട്ടോയും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീടിനകത്തുകൂടെ ഓടാൻ തുടങ്ങി. ഇൻസൈഡ് ദി ഹൗസ്, വീടിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടോ ഓടാൻ തുടങ്ങി. വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ, നമ്മൾ അപകടത്തിലാണ്. ഡൊറോത്തി ഹെൽഡ് ടോട്ടോ ഇൻ ഹെർ ആംസ്. ഡൊറോത്തി ടോട്ടോയെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയാണ്, വി ആർ ഇൻ ഡേഞ്ചർ ഡിയർ. എന്താണ്? നമ്മൾ അപകടത്തിലാണ്.
ദ വിൻഡ് ലിഫ്റ്റഡ് ദി ഹൗസ് ഹയർ ആൻഡ് ഹയർ. വിൻഡ് വീടിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ഓവർ ദ ഫോളൻ ട്രീസ്, വീണ് കിടക്കുന്ന മരങ്ങളുടെ മുകളിലൂടെ. ഓവർ ദി മാർക്കറ്റിന് മുകളിലൂടെ. ഓവർ ദ സ്ട്രീം, അരുവിക്ക് മുകളിലൂടെ. ഓവർ ദി മൗണ്ടെയ്ൻസ്, മലകൾക്ക് മുകളിലൂടെ. ഡൊറോത്തി ട്രംബിൾഡ് വിത്ത് ഫിയർ, ഡൊറോത്തി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഷീ കുഡൻറ്റ് ഈവൻ ക്രൈ, അവൾക്ക് കരയാൻ പോലും കഴിയുന്നില്ല പേടിച്ചിട്ട്. ഷീ കുഡ് ഓൺലി സീ ദ സ്കൈ ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്, അവൾക്ക് ഇപ്പോൾ എന്ത് മാത്രമാണ് കാണാൻ കഴിയുന്നത്? സീ ഓൺലി ദ സ്കൈ, ആകാശവും, ആൻഡ് ദ ഡാർക്ക് ക്ലൗഡ്സ്, നല്ല ഇരുണ്ട നിറത്തിലുള്ള ക്ലൗഡ്സ്, മേഘങ്ങൾ മാത്രമാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്, അവൾ അവളുടെ കണ്ണുകൾ അടച്ചു. ഇനി ഈ പാസേജിനകത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് ഡൊറോത്തി സീ ഫ്രം ദ ഫ്ലൈയിങ് ഹൗസ്? ഫ്ലൈയിങ് ഹൗസ്, ആ പറക്കുന്ന വീട്ടിൽ നിന്ന് എന്തൊക്കെ കാഴ്ചകളാണ് ഡൊറോത്തി കണ്ടത്? എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ഡൊറോത്തി കുഡ് സീ ദ ഫോളൻ ട്രീസ് ആൻഡ് ദ ബ്രോക്കൺ ബ്രിഡ്ജസ് ബിലോ. ഇതൊക്കെയാണ് ഡൊറോത്തി മേലിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ഓരോരുത്തരോടും ഉള്ളതാണ്. ഇഫ് യു വർ ഡൊറോത്തി, നിങ്ങളാണ് ഡൊറോത്തി എങ്കിൽ വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്താണ് ചെയ്യുക? ദെൻ വാട്ട് വിൽ ഹാപ്പൻ ടു ഡൊറോത്തി ആൻഡ് ടോട്ടോ? ടോട്ടോയ്ക്കും ഡൊറോത്തിക്കും എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് നമുക്ക് അടുത്ത പാസേജിൽ നിന്നും മനസ്സിലാക്കാം. വിചിത്രമായ ഒരിടം അല്ലേ? തേർഡ്, ദ ഹൗസ് ലാൻഡഡ് സംവെയർ. അപ്പോൾ നമ്മുടെ വീട്, ഡൊറോത്തിയുടെ ഹൗസ് വീഴുന്ന ശബ്ദമാണ് ഇവിടെ തേർഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ദ ഹൗസ് ലാൻഡഡ് സംവെയർ, എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് നമ്മുടെ ഡൊറോത്തിയുടെ ഹൗസ് ലാൻഡ് ചെയ്തു. ഡൊറോത്തി ഓപ്പൺഡ് ഹെർ ഐസ്, ആ സമയം ഡൊറോത്തി അവളുടെ കണ്ണ് തുറന്നു. ഷീ ലുക്ക്ഡ് ഔട്ട്, എന്നിട്ട് പുറത്തേക്ക് നോക്കി. ഓ, ദ സ്റ്റോം ഹാസ് ഗോൺ, എന്താണ്? കൊടുങ്കാറ്റൊക്കെ പോയിട്ടുണ്ട്. ഷീ കെയിം ഔട്ട് വിത്ത് ടോട്ടോ, ടോട്ടോയെയും കൊണ്ട് അവൾ പുറത്തു വന്നു. ദ എയർ വാസ് ഫിൽഡ് വിത്ത് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, അവിടുത്തെ കാറ്റിന് എന്താണ്? നല്ല പൂവിൻ്റെ സുഗന്ധമുണ്ട്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, നല്ല പൂക്കളുടെ സുഗന്ധം നിറഞ്ഞ കാറ്റ്. ബേർഡ്സ് ചിർപ്ഡ്, അവിടുന്ന് പുറത്തുനിന്ന് ഒരുപാട് ബേർഡ്സ് ചിർപ്ഡ്. എന്താ ചിർപ്ഡ് എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ ശബ്ദത്തിനാണ് ചിർപ്പ് എന്ന് പറയുന്നത്. പിന്നെയോ വേർ ആർ വി നൗ? ഷീ വണ്ടേർഡ്, നമ്മളിപ്പോൾ എവിടെയാണ്? അവൾ അത്ഭുതത്തോടെ ഇങ്ങനെ പറയാണ്. ടോട്ടോ സ്നിഫ്ഡ് അറൗണ്ട്, ടോട്ടോ ചുറ്റും ഇങ്ങനെ മണം പിടിച്ചു നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ഡൊറോത്തി പസിൽഡ്, ഡൊറോത്തിയെ ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി നോക്കി. ഇവിടെയാണ് ഇപ്പോൾ എത്തിയതെന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു നോട്ടം ഡൊറോത്തിയെ നോക്കി. ഡൊറോത്തി സോ സം സ്ട്രേഞ്ച് പീപ്പിൾ കമ്മിങ് ടുവാർഡ്സ് ദം. അങ്ങനെ ഡൊറോത്തി അവരുടെ അടുത്തേക്ക്, അവരുടെ നേരെ കുറച്ച് വിചിത്രമായ കുറച്ച് ആളുകൾ വരുന്നത്, അപരിചിതരായ കുറച്ച് ആളുകൾ വരുന്നത് ഡൊറോത്തി കണ്ടു. ദേ വർ സ്മോളർ ദാൻ ഡൊറോത്തി. ആ വരുന്ന ആളുകൾ എന്താണ്? ഡൊറോത്തിയേക്കാൾ സ്മോളറാണ്, ചെറുതാണ്. ബട്ട് ബിഗർ ദാൻ ടോട്ടോ, ടോട്ടോയേക്കാൾ വലുതുമാണ്. ദേ വോർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്, ചെറിയ ബെല്ലുള്ള ഹാറ്റ്, തൊപ്പി അവർ ധരിച്ചിട്ടുണ്ട്. ടോട്ടോ ബാർക്ക്ഡ് അറ്റ് ദം, ടോട്ടോ അവരെ നോക്കി കുരച്ചു. കാം ഡൗൺ ടോട്ടോ, ഡൊറോത്തി പാറ്റഡ് ഹിം. കാം ഡൗൺ ടോട്ടോ, ശാന്തനാവൂ, അങ്ങനെ കുരയ്ക്കേണ്ട ആവശ്യമില്ല, ശാന്തനാവൂ, ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ടോട്ടോയോട് പറഞ്ഞിട്ട് ഡൊറോത്തി പാറ്റഡ് ഹിം, അവനെ ഇങ്ങനെ തലോടി. ഹായ് ലിറ്റിൽ ഗേൾ, വി ആർ മഞ്ച്കിൻസ്. അപ്പോൾ വന്ന സ്ട്രേഞ്ച് പീപ്പിൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹായ് ലിറ്റിൽ ഗേൾ, നമ്മൾ ഡൊറോത്തിക്ക് ഒരു ഹായ് ഒക്കെ പറഞ്ഞു. വി ആർ മഞ്ച്കിൻസ്. എന്താ മഞ്ച്കിൻസ് എന്ന് പറഞ്ഞാൽ? ഡ്വാർഫ് പീപ്പിളിനെയാണ് മഞ്ച്കിൻസ് എന്ന് പറയുന്നത്, അതായത് ഉയരം കുറഞ്ഞ ആളുകൾ. വെൽക്കം ടു അവർ ലാൻഡ്, ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം അല്ലേ? അവർ പറയാണ്, ഡൊറോത്തിയെയും ടോട്ടോയെയും വെൽക്കം ചെയ്തു. വി ആർ സോ ഹാപ്പി ടുഡേ, ഞങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. യു സേവ്ഡ് അസ്, കാരണം എന്താ? നീ ഞങ്ങളെ രക്ഷിച്ചു. ദേ സെഡ്, അവർ ഡൊറോത്തിയോട് പറഞ്ഞു. ഡൊറോത്തി വാസ് കൺഫ്യൂസ്ഡ്, ഡൊറോത്തി അങ്ങനെ ആകെ കൺഫ്യൂസ്ഡായി. ഞാൻ രക്ഷിക്കേ
എന്താണ് ഇവർ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവളാകെ കൺഫ്യൂസ്ഡായി. ഡൊറോത്തി അങ്ങനെ പുതിയ ലാൻഡിലെത്തിയപ്പോൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പരിചയമുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അപ്പോൾ അവളുടെ മൈൻഡിൽ തോന്നുന്ന തോട്ട്സാണ് ഇവിടെ സ്പീച്ച് ബബിളിൽ കൊടുത്തിട്ടുള്ളത്. മൈ ഗോഡ്, വേർ വി ആർ, ഞങ്ങളിപ്പോൾ എവിടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയുന്നതാണെങ്കിൽ അങ്ങനെ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. ഓക്കെ. പിന്നെ അതുപോലെ വൈ വാസ് ഡൊറോത്തി കൺഫ്യൂസ്ഡ്, ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ള. എന്തുകൊണ്ടാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്? അവിടെയുള്ള ആ ലാൻഡിലുള്ള മഞ്ച്കിൻസിനെ ഡൊറോത്തി കാണുകയും അവളോട് യു സേവ്ഡ് നെക്സ്റ്റ് ചെയ്തപ്പോഴാണ് ഡൊറോത്തി കൺഫ്യൂസ്ഡ് ആയത്, അല്ലേ? അപ്പോൾ ആരാണ് ഹീറോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് മഞ്ച്കിൻസിനെ കാണാം. ഇതൊക്കെ മഞ്ച്കിൻസ് ആണ്. നമ്മുടെ ഡൊറോത്തി ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടോയും ഇവിടെ ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, ഡൊറോത്തിയും ടോട്ടോയും ഒഴികെ. ഇനി യു ആർ ആർ ഹീറോ, യു കിൽഡ് ദ ക്രൂവൽ വിച്ച്, എ യങ് മഞ്ച്കിൻ സെഡ്. അപ്പോൾ ഒരു യങ് മഞ്ച്കിൻ, ഇയാളാണ് യങ് മഞ്ച്കിൻ, അദ്ദേഹം പറയാണ് യു ആർ അവർ ഹീറോ, നീയാണ് ഞങ്ങളുടെ ഹീറോ. യു കിൽഡ് ദ ക്രൂവൽ വിച്ച്, നീ ക്രൂരയായ ഒരു വിച്ച്, ദുർമന്ത്രവാദിനിയെ കൊന്നു. എ യങ് മഞ്ച്കിൻ സെഡ്, ഒരു കൂട്ടത്തിലുള്ള ഒരു മഞ്ച്കിൻ, യങ് ആയിട്ടുള്ള ഒരു മഞ്ച്കിൻ, കൂട്ടത്തിൽ കുറച്ചും കൂടെ മുതിർന്ന ഒരു മഞ്ച്കിൻ പറഞ്ഞു. ഓ നോ, ഐ ഹാവ് നെവർ കിൽഡ് എനി വൺ, ഡൊറോത്തി ക്രൈഡ് ഔട്ട്. അങ്ങനെ ഡൊറോത്തി ഉറക്കെ വിളിച്ചു പറയാണ്, എന്ത്? ഓ നോ, ഇല്ല, ഐ നെവർ കിൽഡ് എനി വൺ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നോട്ട് യു. അപ്പോൾ മഞ്ച്കിൻ പറയാണ്, നോട്ട് യു, നീയല്ല, ബട്ട് യുവർ ഹൗസ്, നിൻ്റെ വീട്. യു ലാൻഡഡ് യുവർ ഹൗസ് ഓൺ ദി വിക്കഡ് വിച്ച്. അപ്പോൾ ഡൊറോത്തിയുടെ വീട് വന്ന് വീണത് എവിടെയാണ്? അവരുടെ വിക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷിച്ച ചീത്ത സ്വഭാവമുള്ള അവരുടെ വിച്ചിൻ്റെ ശരീരത്തിലാണ് ഡൊറോത്തിയുടെ വീട് വന്ന് വീണത്. ഷീ ഡൈഡ്. അതോടുകൂടി ആ വിച്ച് എന്തായി? ഡൈഡ്. വിച്ചിൻ്റെ കാല് നമുക്കിവിടെ കാണാം, അല്ലേ? മരിച്ചു കിടക്കുന്ന വിച്ച്, ദുർമന്ത്രവാദിനിയുടെ കാലാണ് ആ കാണുന്നത്. അപ്പോൾ സെഡ് ദ ഓൾഡ് മഞ്ച്കിൻ, ആ കൂട്ടത്തിലുള്ള ഒരു ഓൾഡ് ആയിട്ടുള്ള മഞ്ച്കിൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ ഓൾഡ് മഞ്ച്കിൻ. യങ് മഞ്ച്കിൻ ഈ കൂട്ടത്തിലുള്ള വേറെ ആരോ ആണ്. ഇസ് ഇറ്റ് സോ? അങ്ങനെയാണോ? ഡൊറോത്തി വാസ് ഷോക്ക്ഡ്. ഡൊറോത്തി ആകെ ഷോക്കായിപ്പോയി. യെസ്, വി വേർ ഹർ സ്ലേവ്സ്, ഞങ്ങൾ അവളുടെ അടിമകളായിരുന്നു. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അടിമകൾ. യു സെറ്റ് അസ് ഫ്രീ, നീയാണ് ഞങ്ങളെ ഫ്രീ ആക്കിയത്. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ ഫ്രീഡം, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം, ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാം, ആഘോഷിക്കാം. ദേ ബിഗാൻ ടു ഡാൻസ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. മഞ്ച്കിൻസ് എല്ലാവരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ജോയിനസ്, ഞങ്ങളുടെ കൂടെ കൂടൂ. ദ ഓൾഡ് മഞ്ച്കിൻ ഇൻവൈറ്റഡ് ഡൊറോത്തി. ഈ ഓൾഡ് മഞ്ച്കിൻ നമ്മുടെ ഡൊറോത്തിയെ കൂടി ഇൻവൈറ്റ് ചെയ്തു. താങ്ക്സ്, നന്ദി, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദി. പക്ഷേ പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഷീ സെഡ്. അവൾ പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിച്ചതിൽ നന്ദിയുണ്ട്, പക്ഷെ ഞങ്ങളുടെ വില്ലേജിലേക്ക്, ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോവാൻ സഹായിക്കണം എന്ന് ഡൊറോത്തി പറഞ്ഞു. സോറി, വി കാണ്ട്. സോറി, ഞങ്ങൾക്ക് കഴിയില്ല. ബട്ട് ഷുവർലി ദ വിസർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ അവരുടെ നാട്ടിൽ ഒരു മജീഷ്യൻ ഉണ്ട്, വിസർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. വിസർഡ് എന്ന് പറഞ്ഞാൽ മാജിക്കുകൾ കാണിക്കുന്ന ആൾക്കാണ് വിസർഡ് എന്ന് പറയുന്നത്. ബട്ട് ഷുവർലി, തീർച്ചയായും, ദ വിസർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു. വിസർഡ് ഓഫ് ഓസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. വിസർഡ് ഓഫ് ഓസ്, ഹു ഈസ് ഹി? വിസർഡ് ഓഫ് ഓസോ, അത് ആരാണ്? ആസ്ക്ഡ് ഡൊറോത്തി. ഹി ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. ആരാണപ്പോൾ വിസർഡ് ഓഫ് ഓസ്? പവർഫുൾ ആയിട്ടുള്ള, ശക്തിയുള്ള, പവറുള്ള, ഒരുപാട് മാജിക്കുകളൊക്കെ കാണിക്കുന്ന ഒരു മജീഷ്യനാണ്. ഹു ക്യാൻ വർക്ക് വണ്ടേഴ്സ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ദ ഓൾഡ് മഞ്ച്കിൻ റിപ്ലൈഡ്. അങ്ങനെ വയസ്സായ ഈ മഞ്ച്കിൻ റിപ്ലൈ ചെയ്തു, മറുപടി പറഞ്ഞു. ഡൊറോത്തി സ്മൈൽഡ്. അത് കേട്ടപ്പോൾ ഡൊറോത്തി ഒന്ന് സ്മൈൽ ചെയ്തു. ഷീ വാക്ക്ഡ് വിത്ത് ടോട്ടോ ടു മീറ്റ് ദ വിസർഡ് ഓഫ് ഓസ്. അങ്ങനെ ടോട്ടോയെയും കൊണ്ട് നമ്മുടെ ഡൊറോത്തി വിസർഡ് ഓഫ് ഓസിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്.
ഇനി ഈ പാസേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ വിക്കഡ് വിച്ച് ഡൈ? എങ്ങനെയാണ് വിക്കഡ് വിച്ച് മരിച്ചത്? ക്രൂരയായ ദുർമന്ത്രവാദിനി എങ്ങനെയാണ് മരിച്ചത്? ഡൊറോത്തീസ് ഹൗസ് ലാൻഡഡ് ഓൺ ദി വിക്കഡ് വിച്ച് ആൻഡ് ഷീ ഡൈഡ്. അല്ലേ, ഡൊറോത്തിയുടെ വീട് ശരീരത്തിലേക്ക് വീണിട്ടാണ് വിക്കഡ് വിച്ച് മരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ കുഡ് ദ വിസഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? വിസഡ് ഓഫ് ഓസ് എങ്ങനെയാണ് ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? വിസഡ് ഓഫ് ഓസ് ഈസ് എ പവർഫുൾ മജീഷ്യൻ ഹു ക്യാൻ പ്ലേ വണ്ടേഴ്സ്. അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള മജീഷ്യനാണ് വിസഡ് ഓഫ് ഓസ്. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ഡൊറോത്തിയെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും കൂടെ വിസഡ് ഓഫ് ഓസിനെ കാണാൻ വേണ്ടി എത്തി. വിസഡ് ഓഫ് ഓസിനെ കണ്ടല്ലോ എല്ലാവരും, കയ്യിൽ സ്റ്റിക്കൊക്കെ ഉണ്ട്. ദ റീച്ച്ഡ് ദ വിസഡ്സ് പാലസ്. അങ്ങനെ അവർ വിസഡിൻ്റെ പാലസിലെത്തി. വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ്ഡ് ദ മഞ്ച്കിൻസ്. അങ്ങനെ വിസഡ് ഓഫ് ഓസ് ഡൊറോത്തിക്ക് വെൽക്കം ഒക്കെ പറഞ്ഞു, സ്വാഗതമൊക്കെ പറഞ്ഞു. വെൽ ഡൺ, നീ നന്നായി ചെയ്തു ഡൊറോത്തി. എന്ത്? യു സേവ്ഡ് ദ മഞ്ച്കിൻസ്, നീ ആ മഞ്ച്കിൻസിനെ എല്ലാം രക്ഷിച്ചു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആസ്ക്ഡ് ദ വിസഡ് ഓഫ് ഓസ്. വിസഡ് ഓഫ് ഓസ് ഡൊറോത്തിയോട് ചോദിച്ചു. പ്ലീസ് ഹെൽപ്പ് അസ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. ഡൊറോത്തി പ്ലീഡഡ്. ഡൊറോത്തി യാചിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് അസ്, ഞങ്ങളെ സഹായിക്കണം. ഗോ ബാക്ക് ടു അവർ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജിലേക്ക് തിരിച്ചു പോവാൻ. വൈ ഡു യു വാണ്ട് ടു ലീവ് ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്? ഹി ആസ്ഡ്. അപ്പോൾ വിസഡ് ഓഫ് ഓസ് പറയാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലേസിൽ നിന്നും നീ എന്തിനാണ് ലീവ് ചെയ്യുന്നത്? എന്തിനാണ് പോകുന്നത്? ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം, ഡൊറോത്തി സെഡ്. അപ്പോൾ ഡൊറോത്തി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വീടിനേക്കാൾ മനോഹരമായ മറ്റൊരു സ്ഥലം ഇല്ല. ആസ് യു വിഷ് മൈ ഡിയർ. ഓക്കെ, നീ വിചാരിക്കുന്നത് പോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ. ദ വിസാർഡ് വേവ്ഡ് ഹിസ് മാജിക് വാൻഡ്. വിസഡ് ഓഫ് ഓസ് അദ്ദേഹത്തിൻ്റെ മാജിക് വാൻഡ്, ഇതാണ് മാജിക് വാൻഡ്, അത് ഇങ്ങനെ വേവ് ചെയ്തു, ഇങ്ങനെ വീശി. എന്നിട്ടോ വാവ്, ദ ഹൗസ് അപ്പിയേർഡ്. നമ്മുടെ ഡൊറോത്തിയുടെ വീട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഡൊറോത്തി ആൻഡ് ടോട്ടോ ഗോട്ട് ഇൻ. അതെത്തിയപ്പോഴേക്കും ഡൊറോത്തിയും ടോട്ടോയും അതിനുള്ളിലേക്ക് കയറി. ഇറ്റ് ബിഗാൻ ടു ഫ്ലൈ. ആ വീട് ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓവർ ദ ഹിൽസ്, കുന്നുകൾക്ക് മുകളിലൂടെ. ഓവർ ദ ഫീൽഡ്സ്, പാടങ്ങൾക്ക് മുകളിലൂടെ. ഫൈനലി, അവസാനം. ദ ഹൗസ് ലാൻഡഡ് ഓൺ ഹർ വില്ലേജ്. അങ്ങനെ അവസാനം അവരുടെ വില്ലേജിൽ അവരെത്തിപ്പെട്ടു. ടോട്ടോ, വി ആർ ബാക്ക്. ഷീ ബിക്കെയിം വെരി ഹാപ്പി. ടോട്ടോയോട് പറയാണ്, ടോട്ടോ വി ആർ ബാക്ക്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഷീ ബിക്കെയിം വെരി ഹാപ്പി. അവൾ വളരെയധികം ഹാപ്പിയായി. ദ സ്കൈ വാസ് ക്ലിയർ. അപ്പോൾ ആകാശം നല്ല തെളിഞ്ഞതായിട്ടുണ്ട്. ദർ വാസ് എ റെയിൻബോ ഇൻ ദ സ്കൈ. ആകാശത്തൊരു റെയിൻബോയും ഉണ്ട്. ഹൗ ഡിഡ്, ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദ വിസഡ് ഓഫ് ഓസ് ഹെൽപ്പ് ഡൊറോത്തി? The Wizard of Oz waved his magic wand. Suddenly, Dorothy's home appeared. Dorothy and Toto got in and flew to their village. വിസഡ് ഓഫ് ഓസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാജിക് വാൻഡ് വീശിയപ്പോൾ അവരുടെ വീട് അപ്പിയർ ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ കയറി ഡൊറോത്തിയും ടോട്ടോയും അവരുടെ വില്ലേജിലേക്ക് പറന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ഇസ് നോ അതർ പ്ലേസ് ലൈക്ക് അവർ ഓൺ ഹോം. കമൻറ്റ്. ഇതിൽ ഡൊറോത്തി പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് എന്നല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, എവിടെ പോയാലും വീട്ടിലെത്തിയാലാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ട്രൂ ആണ്. വീടിനേക്കാളും അത്ര നല്ലൊരു പ്ലേസ് വേറെ ഇല്ല അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ബുക്ക് നന്നായിട്ട് വായിക്കുക, കഥ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ബാക്കി ആക്ടിവിറ്റീസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.